ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി പാലീതയാണ്. അതിന് സൈഡായിട്ടൊരു ഉണ്ണിയപ്പവും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്ന് ഓൾ എന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, ഇന്ന് ഞാനൊരു പാലൂത കാച്ചുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാലൂത കാച്ചാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് കുറച്ച് ബാദാം വെള്ളത്തിലിട്ട് വെക്കാണ്. ഏകദേശം ഇത്ര ബാദം എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കുറച്ച് മൈദ എടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് മൈദ എടുത്തിട്ട് കുറച്ചേ വേണ്ടൂ. ആവശ്യത്തിന് കുറച്ച് മൈദ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വീത്തിയിട്ട് അത് നന്നായിട്ട് നമുക്ക് കലക്കിയിട്ട് വെക്കേണ്ടതാണ്. കട്ടയില്ലാതെ കലക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ടയില്ലാതെ നല്ലോണം വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലത്തെ വെള്ളം അങ്ങ് ചെരിച്ചളിയും. എന്നിട്ടാണ് തയ്യാറാക്കുകയുള്ളൂ. ഇതിന് വേണ്ടി എന്തെല്ലാം വേണ്ടതെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കിസ്മിസ് മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ അതിൻ്റെ കൂടെ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതായത് മറ്റേ ഇത് കുങ്കുമപ്പൂയില്ലേ, അതും വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ല, അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് നല്ലോണം കട്ടയില്ലാത്ത കലക്കി വെക്കണം, തരിയായിട്ട്. വെള്ളം കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് മേലത്തെ വെള്ളം ചെരിച്ചാളിയും ഊറിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് കട്ടയില്ലാതെ ഇവിടെ കലക്കി വെക്കാം. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് നിന്ന് പോർന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് തൊലി കളഞ്ഞിട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം. അതുവരെയാണെന്ന് രണ്ടും കൂടി കുതിർന്നതിന് ശേഷം ബാക്കി കാര്യം ചെയ്യാം. ഓക്കെ, ഫലൂദ കാച്ചുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച് പഴം പകുത്തിട്ട് കണ്ടിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പഴത്തിനെ കൊണ്ട് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പഴം കുഴച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഇല്ലേ, അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പഴത്തിൻ്റെ അകത്ത് മുറിച്ചിട്ടിട്ടുണ്ട്, തൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗോതമ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഗോതമ്പൊടിയും പഴവും ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. പഴവും ഏലക്കായ്പ്പൊടിയും മറ്റേ ഗോതമ്പ് പൊടിയും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാരയാണ് ഇടുന്നത്. വെല്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. വെല്ലം ഒരുക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും അപ്പക്കാരവും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ടാണ് വെക്കാൻ. ശേഷം ബാക്കി കാര്യം ചെയ്താൽ മതി. പഴമൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാം കുഴച്ചെടുക്കണം. അതിന് ശേഷം നല്ലോണം ആയിക്കഴിഞ്ഞാൽ അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് മാത്രം നമുക്ക് അത് ഏലായിട്ട് ഉണ്ണിയപ്പായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കടായിൽ. ഇങ്ങനെയുള്ള പരുവത്തിന് അവിടെ കലക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് വയ്ക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതല്ലാതെ ഇങ്ങനെ നമ്മൾ നുള്ളി ഇടുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള പരുവത്തിലാക്കിയിട്ട് ആവശ്യത്തിന് ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള പരുവത്തിൽ നുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പാവും. അപ്പോൾ നമുക്ക് അത് തയ്യാറാക്കുന്നത് സമയത്ത് കാണാം. ഓക്കെ, ഞാനിത് തേങ്ങാപ്പാലിനകത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാലാണിത്. ആ രണ്ടാമത്തെ പാലിൻ്റെ അകത്ത് നമുക്ക് ഈ നേരത്തെ കലക്കി വെച്ച മൈദ മാവില്ലേ, അതിൻ്റെ അകത്തുനിന്ന് മേലത്തെ വെള്ളം അരിച്ച് കഴിഞ്ഞിട്ട് അടിയിലത്തെ മൈദ മാവ് മാത്രം ഇതിനകത്ത് മിക്സ് ചെയ്യാൻ, ഈ തേങ്ങൻ്റെ രണ്ടാമത്തെ പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ. അത് ഇതിനകത്ത് ചേർത്തിട്ട് അതും കൂടിയാണ് രണ്ടും ഒക്കെ കലക്കിയാൽ, അതായത് മൈദ മാവ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ കട്ട കെട്ടൂല. അതിനു വേണ്ടി ഞാൻ ഈ രണ്ടാമത്തെ പാലിനകത്ത് ഇത് കലക്കുന്നത്. അല്ലേ, അങ്ങനെ നമ്മൾ ഈ മൈദ മാവന്നെ അങ്ങനെ അടുപ്പിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കട്ട കെട്ടിട്ടുണ്ടാകാൻ. അതിന് വേണ്ടി ഞാൻ വിചാരിച്ച് ഇതിനകത്ത് രണ്ടാമത്തെ പാലിനകത്ത് ഇതൊന്ന് കലക്കി യോജിപ്പിക്കാൻ. കട്ട കെട്ടാതിരിക്കും. പിന്നെ ഇതിന് അണ്ടിപ്പരിപ്പും ബദവുമാണ്. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം.
നല്ലോണം ഉണ്ട് ബദവും അണ്ടിപ്പരിപ്പും. ഇത് കാച്ചാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ബദവും അണ്ടിപ്പരിപ്പും ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതാ അപ്പോൾ ചിലവർ ക്രഷ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അതായത് വായിന്ന് ബദം കടിക്കേണ്ടാന്ന് വെച്ച് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. RKG ആണ് ഞാനിവിടെ വയ്ക്കുന്നത്. RKG ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് കാച്ചാൻ വേണ്ടിയാണ്. ഇതൊന്ന് ലേശം കളറാകുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം ആയിക്കോട്ടെ. അണ്ടിപ്പരിപ്പ് കുറച്ച് നല്ലോണം ആയിക്കഴിഞ്ഞാൽ പൊട്ടും പോലെ ഉണ്ടാവും. ആ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുകൂടെ ഒന്നായാൽ നമുക്ക് രണ്ടാമത്തെ പാലും മൈദ മാവ് കലക്കി വെച്ചതും കൂടിയിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മൈദ മാവ് കട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ പാലിനകത്ത് കലക്കിയത്. ചിലവരങ്ങനെ കലക്കൂല, ചിലവരങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഞാൻ. ആ സമയത്ത് അണ്ടിപ്പരിപ്പും ബദവും കൂടിയിട്ട് ക്രഷ് ചെയ്ത് വെച്ചത് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു ഏലക്കായി, അതായത് ചതുക്കൊന്നും ചെയ്യാതെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചതുക്കിയിട്ടൊന്നുമില്ല, അതായത് ചതച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ആവശ്യമില്ലാത്തവർ കുടിക്കുന്ന സമയത്ത് എടുത്ത് കളയാം. അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും മൈദ മാവായതുകൊണ്ട്. നമുക്കിതിനകത്ത് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന്. സമയത്ത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. തിക്കായി വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലോണം അണ്ടിപ്പരിപ്പും ബദവും കൂടിയിട്ട് നല്ലോണം പൊടിച്ച് ഇട്ടുകൊണ്ട് കുറച്ച് തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മധുരം കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ആവശ്യത്തിന് ഇടുന്നുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഒന്നാമത്തെ പാലെടുത്ത് വെച്ചുകൊണ്ട് ഇടാം. നല്ല ഫ്രഷ് പാൽ, ഒന്നാമത്തെ പാല്. അതും കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഒന്നാമത്തെ പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളിത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സഫ്രോൺ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ലൈറ്റ് മഞ്ഞ കളർ അടിക്കും. അതായത് മുട്ടൻ്റെ മഞ്ഞൻ്റെ അതേ കളർ അടിക്കും, നല്ല കളറായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ പാലൂത കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ ലൈക്കും ചെയ്യുക. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതിന് വേണ്ടിയാണ് പറഞ്ഞത്. പാലൂത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരൈറ്റം കൂടി തയ്യാറാക്കുന്നുണ്ട് ഞാൻ. അതും കൂടി തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകാം നമുക്ക്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ സഫ്രോൺ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇറക്കി വെച്ച സമയത്ത് സഫ്രോൺ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് മഞ്ഞ കളർ കിട്ടും. അതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത
സംഭവം തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പാലൂത എൻ്റെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ എല്ലാം ചെയ്യാൻ തേങ്ങാപ്പാലിനകത്താണ്. കഷ്ണം പാൽ പാക്കറ്റ് പാൽ നടക്കില്ല. തേങ്ങാപ്പാലിനകത്ത് ചെയ്താൽ ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് തേങ്ങാപ്പാലിനകത്ത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തേങ്ങാപ്പാലിനകത്ത് തന്നെ ചെയ്ത് നോക്കാം. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവാണിതാ. അതിലെത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണ്ണിയപ്പത്തിനിട്ട് കൊടുക്കാം. ഇനി പഴമാണ് കൂടുതലുള്ളത്. പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് പ്രത്യേകിച്ച് വേണ്ടതെന്ന് പറഞ്ഞാൽ പൂവൻ പഴമല്ല, മൈസൂർ പഴം വേണ്ടത്. ഞാനിപ്പോൾ ഇത് പൂവൻ പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പഴം പഴുത്തു പോയതുകൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് തീർക്കാമെന്ന് വിചാരിച്ച്. ഇത് ചായ കൂട്ടാനും മറ്റും നല്ല ടേസ്റ്റായിരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ആരായാലും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന നല്ല ചായൻ്റെ കടിയാണിത്. ഓക്കെ, ഇത് ഇത്രയും പൊരിയട്ടെ. അതിന് ശേഷം ബാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പവും പാലൂതയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പാലൂതയും ഉണ്ണിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി പാലൂതയും ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബായ്.